ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ചിത്തിരയാണ് കേട്ടോ നാള്. ഇന്ന് നമുക്ക് 2 വരിയാണ് പൂക്കളം ഇടേണ്ടത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് തൂത്ത് വൃത്തിയാക്കണം. അത് കഴിഞ്ഞിട്ട് ചാണകവെള്ളം തളിച്ചിട്ട് നമ്മളിനി പൂക്കളം ഇട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ കരിയിലൊക്കെ ഉള്ളൂ, അതൊക്കെ ഞാനൊന്ന് തൂത്ത് വൃത്തിയാക്കുകയാണ് കേട്ടോ. ഇന്നലെ വൈകിട്ട് നമ്മൾ തൂത്തിട്ട മിറ്റാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണിട്ടുണ്ടായിരുന്ന കരിയിലൊക്കെ ഉള്ളൂ. പിന്നെ ഇന്നലെ രാത്രിയിൽ ചെറിയൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ കിടക്കുന്ന പോച്ചയൊക്കെ നമുക്ക് ഇനിയും ചെത്തി വാരാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പം വേഗം അങ്ങ് തൂത്ത് വാരി കഴിഞ്ഞിട്ട് ഇവിടെ ഒന്ന് തളിച്ചിട്ട് വേണം നമുക്കിനി പൂക്കളം ഇടാൻ വേണ്ടിയിട്ട്. ചാണകം കിട്ടാത്തത് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് തളിക്കാനും പറ്റുന്നില്ല. പിന്നെ ഉള്ള ചാണകം കൊണ്ട് നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ട് കുടയാണ് കേട്ടോ ചെയ്യാറ്. എന്നും തളിക്കേണ്ട കാര്യമൊന്നും ഇല്ലെങ്കിലും പൂക്കൾ വെക്കുമ്പോൾ അത് ആ ചാണകത്തിൽ ഒട്ടിയിരിക്കുമ്പോൾ അത് വേഗം അങ്ങ് പറന്നു പോകത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെ എന്നും അങ്ങ് തളിക്കുന്നത്. നമുക്ക് ചാണകം കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ആയിട്ടേ തളിക്കത്തുള്ളൂ. ചാണകം കിട്ടുന്ന ടൈമിലായിരുന്നെങ്കിൽ നമ്മൾ വലിയ വൃത്തത്തിൽ തന്നെ തളിച്ചെടുക്കുമായിരുന്നു കേട്ടോ. ഇതിനിപ്പം ഒന്ന് തൂത്തുവാരി കളഞ്ഞാൽ നമ്മളെ ആ പണി കഴിഞ്ഞു. ഇനി നമ്മൾ ഇതേ ചാണകവെള്ളം തളിക്കുകയാണ് കേട്ടോ. ഇവിടെ ഇരുന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, നമ്മുടെ തൃക്കാക്കരയപ്പൻ്റെ സൈഡ് കിളികൾ എന്തോ വന്ന് മാന്തിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വെള്ളം കൊണ്ട് അതും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. പിന്നെ അതേ ബാക്കി സൈഡും കൂടെ നന്നായിട്ട് തന്നെ വെള്ളം കുടഞ്ഞെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പൂവ് കാറ്റടിച്ചാലും പെട്ടെന്നൊന്നും പറന്നു പോകത്തില്ല. ചാണകം കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് ഒരുപാടും ഇല്ലായിരുന്നു. എന്നും ചാണകം തളിച്ച് എടുക്കുന്നത് തന്നെയായിരുന്നു കേട്ടോ നല്ലതും. പക്ഷേ നമുക്ക് കിട്ടാത്ത കാര്യം നമ്മൾ എവിടുന്ന് പോയി ഒപ്പിച്ചെടുക്കാനാണ്. നമ്മുടെ വീടിൻ്റെ അടുത്തൊന്നും പശുവുള്ള വീടുകളില്ല കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ട് വരുന്നത്. പിന്നെ ഉത്രാടത്തിനും തിരുവോണത്തിനും ഒക്കെ എന്തായാലും നമ്മൾ ചാണകം എങ്ങനെയെങ്കിലും ഒപ്പിച്ച് കൊണ്ടുവന്ന് ഫുള്ളായിട്ട് തന്നെ തളിച്ചിട്ട് വേണം കേട്ടോ ഇടാൻ വേണ്ടിയിട്ട്. ചാണകം കിട്ടുന്നത് വരെ നമുക്ക് എന്തായാലും വെള്ളം ഇങ്ങനെ തളിച്ച് നമുക്ക് ഇടാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ചാണകമൊക്കെ തളിച്ച് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പൂ പറിക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. അപ്പോൾ ഇന്ന് തുമ്പയും തുളസിയാണ് കേട്ടോ പ്രധാന പൂക്കൾ. തുളസിയിലേക്ക് നമുക്ക് പിന്നെ ദൂരെ എങ്ങും പോകേണ്ട വരില്ല. നമ്മുടെ വീട്ടിൽ ചുറ്റും തുളസി ഇലയാണ് കേട്ടോ. നമ്മൾ നട്ടതൊന്നുമല്ല, തനിയെ കിളിച്ച് വരുന്നതാണ് കേട്ടോ. പിന്നെ തുമ്പപ്പൂ ഇവിടെ കണി കാണാൻ പോലും ഇല്ല. പിന്നെ തുമ്പപ്പൂ രാവിലെ ഞാൻ കുറേ തിരഞ്ഞു കേട്ടോ. ഇവിടെ എല്ലാം ഞാൻ പോയി നോക്കി, പക്ഷേ എങ്ങും കിട്ടിയില്ല. തുമ്പയുടെ ഒരു ഇല പോലും എടുക്കാൻ വേണ്ടിയിട്ടില്ലായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് കമ്മൽപ്പൂ ഇടാമെന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കൃഷ്ണ തുളസിയുടെ ഇലയാണ് കേട്ടോ ഞാൻ പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെള്ള തുളസി ഉണ്ടായിരുന്നു, ചുവന്ന തുളസി ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ചുവന്ന തുളസിയാണ് ഞാൻ പിച്ചിട്ടുണ്ട് കേട്ടോ. വരികൾ കൂടുന്തോറും പൂക്കളത്തിൽ പൂ ഇല്ലാതെ വരുന്ന ടൈമിൽ നമ്മളെ വളരെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത് നമ്മുടെ തുളസിയില തന്നെയാണ് കേട്ടോ. എത്ര വരി നമ്മൾ തുളസിയില ഇടാൻ പറ്റുമോ അത്രയും വരി നമ്മൾ തുളസിയില തന്നെ ഇട്ട് പൂക്കളത്തിൻ്റെ വരികൾ കൂട്ടുമായിരുന്നേ. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് പൂ ഉണ്ടായിരിക്കുമെന്ന് തോന്നുന്നില്ല. ഇനി മേടിച്ചൊക്കെ പറ്റുമെന്നാണ് തോന്നുന്നത്. അപ്പം നമുക്ക് എന്തായാലും തുളസിയില വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ പറിച്ചെടുത്ത പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട് ഞാനൊരു വട്ടയില എടുത്തിട്ടുണ്ട് കേട്ടോ. തുമ്പപ്പൂ എന്തായാലും കിട്ടിയില്ല. അപ്പോൾ വെള്ള കളറൊരു പൂ വേണമല്ലോ, അതുകൊണ്ട് ഞാനിവിടെ പാരിജാതമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പം ഇന്നലെ വിരിഞ്ഞ പാരിജാതമാണ് കേട്ടോ. അതുകൊണ്ടൊരു ചെറിയ കളറ് വ്യത്യാസമുണ്ട്. സാരമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു 3-4 പൂക്കൾ നമുക്ക് പാരിജാതത്തിൻ്റെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ട് പിന്നെ കമ്മൽപ്പൂവും കൂടി ഇടയ്ക്കിടയ്ക്ക് വെക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ സെൻറ്ററിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാനിന്ന് മുക്കുറ്റിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമ്മൾ ഇന്നലെ ചെത്തി വാരിയപ്പോൾ കുറേ മുക്കുറ്റി നമ്മൾ പിഴുത് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ചെത്തി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അവിടെ നിന്ന് നിറച്ച് പൂക്കളൊക്കെ ഉള്ള ഒരു മുക്കുറ്റിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ മുക്കുറ്റി നമുക്ക് സെൻറ്ററിൽ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടേ. അപ്പോൾ ഇനി ഞാൻ പോയി വിളക്കൊക്കെ കത്തിച്ചിട്ട് വരട്ടെ. നമ്മൾ നിലവിളക്ക് കത്തിച്ച് വെക്കുന്നത് തൂഷനിലയിലാണല്ലോ. അപ്പോൾ ഞാനൊരു തൂഷനില ഇവിടെ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ എടുത്ത് വെച്ചിട്ട് ഞാനിനി വിളക്ക് കത്തിച്ചിട്ട് വരട്ടെ. പൂവിടുന്ന ടൈമിൽ നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ പൂവിടാൻ തുടങ്ങുന്നത്. നിലവിളക്കും ഒരു സാമ്പ്രാണിത്തിരിയും നമ്മൾ അവിടെ കത്തിച്ച് വെക്കും കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ ഓരോരോ വരി ഇട്ട് തുടങ്ങാറ്. നമ്മുടെ പൂജാമുറിയിൽ ഓൾറെഡി വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ നിന്നാണ് കേട്ടോ നമ്മൾ തീ പകർന്ന് വേറൊരു വിളക്കിലേക്ക് ആക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കാറ്. അപ്പോൾ ഇനി വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ വരിയായിട്ട് ഇട്ട് തുടങ്ങാം. ചന്ദനത്തിരി കുത്താൻ വേണ്ടിയിട്ട് ഞാൻ തിരികുത്തി എടുത്തുകൊണ്ട് വന്നില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ പുറത്ത് കുത്തണോ അതോ ആ ചാണകം തളിച്ചതിൻ്റെ അകത്ത് കുത്തണോ എന്ന് വിചാരിച്ചൊരു കൺഫ്യൂഷനിലായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ചാണകം തളിച്ചതിൻ്റെ അകത്ത് തന്നെയാണ് കേട്ടോ കുത്തി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ മുക്കുറ്റി തൃക്കാക്കരയപ്പന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാവേ. തുമ്പപ്പൂ കിട്ടിയായിരുന്നെങ്കിൽ നമുക്ക് ഈ മുക്കുറ്റിയുടെ കൂടെ ആ തുമ്പപ്പൂവും കൂടി വെച്ച് കൊടുക്കായിരുന്നു തൃക്കാക്കരയപ്പൻ്റെ മുകളിലായിട്ട്. പക്ഷേ തുമ്പപ്പൂ കിട്ടിയില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചേ. ആദ്യത്തെ വരി ഞാൻ ഇട്ട് കൊടുക്കുന്നത് തുളസിയില വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ തുളസിയിലയുടെ ഞെട്ട് മാറ്റിയിട്ടാണ് തുളസിയില ഓരോന്ന് വെച്ചാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. 5 വരിയൊക്കെ പൂക്കളം ഇടേണ്ട ദിവസം വരെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിടാനൊക്കെ പറ്റും കേട്ടോ. വീട്ടിലെ പൂക്കൾ മാത്രം ആക്കിയിട്ടൊക്കെ നമുക്ക് ഇടാൻ പറ്റും. പക്ഷേ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് പൂക്കൾ മേടിക്കേണ്ടി വരും.
തുമ്പയും തുളസിയും മുക്കുറ്റിയും കമ്മൽപ്പൂവും അങ്ങനെയൊക്കെയുള്ള പൂക്കളാണ് കേട്ടോ മിക്കവാറും നമ്മൾ നമ്മുടെ പൂക്കളത്തിൽ ഉൾപ്പെടുത്താറ്. പിന്നെ ചെമ്പരത്തിയൊക്കെ കാണും, അത് പക്ഷേ എന്നും കാണണമെന്നില്ലല്ലോ. മുക്കുറ്റിയൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ നമ്മുടെ വീടിന് ചുറ്റുപാടും ഉണ്ട്, അതുകൊണ്ട് എന്നും മുക്കുറ്റിയൊക്കെ കാണും കേട്ടോ. ഒരു വരി, ഇന്നിപ്പം നമുക്ക് 2 വരി മതിയല്ലോ പൂക്കൾ, അത് ദേ ഈ 2 പൂക്കൾ തന്നെ ധാരാളമാണ്. അപ്പോൾ തുളസിയില ഞാൻ ഇട്ട് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഇനി നമുക്ക് അടുത്ത വരിയും കൂടി ഇട്ട് കൊടുക്കാം. അതിനിടയ്ക്ക് ഇതേ വിളക്കിൻ്റെ ഒരു തിരി കെട്ടുപോയിട്ടുണ്ടായിരുന്നേ, അതൊന്ന് കത്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പം ഞാൻ അങ്ങോട്ടൊന്ന് മാറിയിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് മറ്റേ ഒരു വരിയും കൂടി ഇട്ട് കൊടുക്കാം. അത് ആദ്യം ഞാൻ പാലപ്പൂ വെച്ചിടാനായിരുന്നു കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്നലെ പാലപ്പൂ അല്ലേ ഇട്ടേ, അതുകൊണ്ട് ഇന്ന് പാരിജാതം ഇടാന്ന് വിചാരിച്ചു. നോക്കിയപ്പോൾ പാരിജാതത്തിൽ 3 പൂക്കളും ഉണ്ട്. അപ്പോൾ പിന്നെ അത് ഞാൻ പറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. പാരിജാതത്തിൻ്റെ ഇതളുകൾ ചെറുതായതുകൊണ്ട് തന്നെ 3 എണ്ണം നമുക്ക് തികയുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്കായിട്ട് കമ്മൽപ്പൂവും കൂടി വെച്ച് കൊടുത്തു കേട്ടോ. കമ്മൽപ്പൂ ഈ മഞ്ഞ കളറിലെ പൂവാണ്, അപ്പോൾ അതും കൂടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ തുമ്പപ്പൂ തേടി ഞാൻ കുറേ സമയം കളഞ്ഞു, അല്ലെങ്കിൽ കുറച്ചുകൂടി നേരത്തെ എനിക്ക് പൂക്കളം ഇട്ട് കഴിയായിരുന്നു കേട്ടോ. പക്ഷേ തുമ്പപ്പൂ തേടിപ്പോയി തുമ്പപ്പൂ ഇട്ട് കിട്ടിയതുമില്ല. പിന്നെ എന്തായാലും പാരിജാതം ഉള്ളതുകൊണ്ട് ഞാൻ വെള്ള കളർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം തന്നെ അത്യാവശ്യം നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. ദേ ആ വിളക്കിൻ്റെ തിരി കെട്ടു പോകുന്നുണ്ട്. പിന്നെ ദേ വിളക്ക് വേഗം തന്നെ കരിയും പിടിക്കുന്നുണ്ട്. എത്ര ഓരോ ദിവസം തേച്ച് വെച്ചാലും എനിക്ക് കഴിഞ്ഞ വർഷം അതുപോലെ കമൻസ് ഉണ്ടായിരുന്നു കേട്ടോ, ആ വിളക്കൊന്ന് കഴുകായിരുന്നു എന്ന്. പക്ഷേ ഞാനിത് വിളക്ക് കൊണ്ടുവന്ന് വെച്ച് കുറച്ച് നേരം കഴിയുമ്പോഴായിരിക്കും ഞാൻ വീഡിയോ എടുക്കാൻ വരെ തുടങ്ങുന്നത്. അപ്പോൾ കഴുകി വെച്ച വിളക്ക് എത്ര ആയാലും തീ കത്തുമ്പം ആ സൈഡ് ഫുള്ള് കരി പിടിക്കും കേട്ടോ. അപ്പം വിളക്കൊന്ന് കഴുകാതിരുന്നു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കുറേ കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ വിളക്കൊക്കെ കഴുകിയൊക്കെ തന്നെയാണ് വെക്കുന്നത്. പക്ഷേ നമ്മൾ ഒരുപാട് നേരം മുറ്റത്ത് ഇങ്ങനെ വെക്കുമ്പോൾ കാറ്റടിച്ച് ആ വിളക്കിൽ കരി പിടിക്കാറാണ്. അത് നമ്മൾ എന്ത് ചെയ്യാനാ. അപ്പം അങ്ങനെ ഞാൻ പൂക്കളൊക്കെ ഇട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പൂക്കൾ ഇട്ട് എണീറ്റത് മാത്രമേ ഓർമ്മയുള്ളൂ. അപ്പം തന്നെ ഒരു നല്ല കാറ്റടിച്ച് കേട്ടോ. അങ്ങനെ സൈഡിൽ ഇരുന്ന പാരിജാതമൊക്കെ പറന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പെറുക്കി വെച്ച് കേട്ടോ, ഒന്ന് അടുക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ദേ ഇന്നത്തെ പൂക്കളവും ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പൂക്കളെ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പം നാളെ ഇനി 3 വരികളാണ് കേട്ടോ ഇടാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ പൂക്കൾ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കത്തില്ലല്ലോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.